കുട്ടൂസ് വെജ് ഫുഡ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പടവട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ അറിയില്ല. അപ്പം അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് എൻ്റെ ചെറിയൊരു അറിവ് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് എള്ള്, കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ വേണ്ടതിന് കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് വേണ്ട ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവിങ്ങനെ വല്ലാതെ ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം, എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനൊരു സ്പൂൺ മുളക് പൊടിയാണ്, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ മുളകൊക്കെ. ഇനി ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു വല്ലാതെ കട്ടിയും പാടില്ല, വല്ലാതെ ലൂസ് ആവാൻ പാടില്ല. പപ്പടം പിടിക്കണം, പപ്പടത്തിലേക്ക് ഈ മാവ് പിടിക്കണം, ആ രീതിയിലാണ് മാവ് കലക്കിയിരിക്കേണ്ടത് കേട്ടോ. അതുപോലെ പപ്പടം ഒന്ന് വെയിലത്തിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചാൽ സ്റ്റിഫായിട്ട് വരണം പപ്പടം. മാവ് ഈ രൂപത്തിലാട്ടോ കലക്കുന്നത്. എന്നിട്ടൊരു ചൂടായ എണ്ണയിലേക്ക് മാവ് നല്ലോണം പിടിക്കുന്ന മാതിരി പപ്പടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് എടുത്തിട്ട് അത് മറ്റേ പപ്പടം പോലെ പെട്ടെന്ന് അങ്ങോട്ട് കോരിയെടുക്കരുത്. ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് മാവൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അത്രയും വരെ നിന്നാലേ നമ്മുടെ പപ്പടം നല്ല ക്രിസ്പിയും സ്റ്റിഫും ഒക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. പപ്പടവട കുഴഞ്ഞിരിക്കാത്തൊരു പരുവത്തിൽ ഇട്ടെടുക്കണം. ഇതാ കണ്ടോ, ഇതിപ്പോൾ 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെടുത്തു, ഇപ്പോഴും മാവ് വെന്തിട്ടില്ല. ഇനി ഒരു 3-4 പ്രാവശ്യം കൂടി, 2 പ്രാവശ്യം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെടുക്കുമ്പോഴേ നല്ലോണം വെന്ത് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതാ കണ്ടോ, ഇപ്പോൾ ഇതാ പപ്പടം ഞാൻ എടുത്തു, നന്നായി വെന്ത് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ലതായിരിക്കും, സൂപ്പറായിട്ടുണ്ടാവും. ഇപ്പോൾ സ്നാക്സായിട്ടും ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ 4 മണി സ്നാക്സായിട്ടും കഴിക്കാം. അതിന് സൂപ്പർ ടേസ്റ്റ് ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.